പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയേക്കില്ല. പിണറായി തിരുവനന്തപുരത്ത് വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ നിന്നും സാധനങ്ങളെല്ലാം മാറ്റുകയും ചെയ്തു. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്തായാലും നിർണായകമായിട്ടുള്ള വിവരം എന്നുള്ളതാണ്. ക്ലിഫ് ഹൗസിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയേക്കില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണോ ഇത്? വിവരങ്ങൾ നൽകാം. അങ്ങനെ ഒരു സൂചനയിലേക്കാണ് സ്വാതി കാര്യങ്ങൾ എത്തുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യത ഇപ്പോൾ കുറയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞിരിക്കുന്നു. പുതിയ വാടക വീട്ടിലേക്കാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനടുത്തുള്ള വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് പൊളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് നേരിട്ട് അദ്ദേഹം എത്തുന്നത് ഈ വാടക വീട്ടിലാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രിയായിരുന്ന റിയാസ്, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ആ വാടക വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിണറായി വിജയന് നേരത്തെ ചിന്ത ഫ്ളാറ്റും ഒപ്പം തന്നെ AK സെന്ററും ഒക്കെ താമസ സൗകര്യത്തിന് ഉണ്ടായിരുന്നു. ചിന്ത ഫ്ളാറ്റിലാണെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള മുറി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കല്ല പോയിട്ടുള്ളത്. മറിച്ച് ഒരു സ്വകാര്യ വീട്ടിലേക്ക് മാറുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാവുകയാണെങ്കിൽ കന്റോൺമെന്റ് ഹൗസിലേക്കാണ് പിണറായി വിജയൻ മാറേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാൻ ഉള്ള സാധ്യതയില്ല, മാറുന്നില്ല. മറ്റൊരു വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ മാറുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ? കൃത്യമായ സൂചനയാണ്. എങ്കിൽ കൂടിയും കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമൊക്കെ മാറുകയാണ് ചെയ്യാറ്. അതിന് സ്വാഭാവികമായിട്ടുള്ള കാലതാമസം ഉണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ UDF പോലും ഒരു തീരുമാനമാകാത്ത പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കാലതാമസം എടുക്കും. അങ്ങനെയാണെങ്കിൽ കൂടിയും പിണറായി വിജയൻ മാറേണ്ടിയിരുന്നത് ചിന്ത ഫ്ളാറ്റിലേക്കായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ച് കുടുംബസമേതം മറ്റൊരു ഇടത്തേക്ക് മാറുന്നതിലാണ് ഇത്തരത്തിലൊരു സൂചന നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു തിരുത്തൽ വേണം, പുതിയ മുഖം വേണമെന്നുള്ള തരത്തിൽ വിലയിരുത്തലുകൾ ഇടതുമുന്നണിയിൽ അകത്ത് നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പിണറായി വിജയനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF നയിച്ചത്. പക്ഷേ വലിയ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ടു. അതുകൊണ്ട് ഒരു പുതിയ നേതൃമുഖം വരട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതേസമയത്ത് പൊളിറ്റ് ബ്യൂറോ ഈ വിഷയം ചർച്ച ചെയ്യാതെ സംസ്ഥാന തലത്തിലേക്ക് വിടുകയും ചെയ്തു. അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുകയാണെങ്കിൽ മാറി നിൽക്കാം എന്നുള്ളൊരു തോന്നൽ പിണറായി വിജയനും ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ MLA ആയിട്ട് ഇരിക്കാമെങ്കിൽ കൂടിയും കുറച്ചുകൂടി ഒരു വിശ്രമ ജീവിതം എന്ന നിലയ്ക്ക് അദ്ദേഹം കാണുകയും ചെയ്യും. പ്രായപരിധി മാനദണ്ഡങ്ങളൊക്കെ പിണറായി വിജയനെ മാറ്റിവെച്ചത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന ആൾ എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിന്റെ പ്രായപരിധി പിന്നിട്ടിരുന്നു. എന്നിട്ട് കൂടിയും അദ്ദേഹത്തെ ഇത്തവണ മത്സരിപ്പിക്കാൻ ഇളവ് നൽകിയത് നേതാവ് അദ്ദേഹമാണ്, LDF നയിക്കുന്നത് അദ്ദേഹമാണ് എന്ന നിലയ്ക്കാണ് ഈ മാനദണ്ഡങ്ങൾ 2 ടേം വ്യവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വേണമെങ്കിൽ പാലിക്കാം എന്നുള്ള നിലപാട് കൂടി CPIM-നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരു നേതൃത്വം വരുന്ന തരത്തിലേക്ക് ആലോചനകൾ പോകും. അതിന്റെ സാധ്യത കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് മാറുന്നതിലൂടെ ഉരുത്തിരിയുന്നത്. ശരി അർജുൻ. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്നും മറ്റൊരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ നിന്നും സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ടാണ്. അർജുൻ, അവിടെ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അവിടെ മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളുണ്ട്. MV ഗോവിന്ദൻ അവിടെ ഉണ്ട്. അപ്പോൾ പിണറായി സകുടുംബം ഈ ഒരു വാടക വീട്ടിലേക്ക് മാറുകയാണോ? എങ്ങനെയാണ് ആ വിവരങ്ങൾ കൂടി നൽകാം?
കുടുംബസമേതം മാറാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. നേരത്തെ ക്ലിഫ് ഹൗസിലും അദ്ദേഹം അങ്ങനെയാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം ചിന്തയിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ചുകൂടി അസൗകര്യം അദ്ദേഹത്തിനുണ്ടാകും. പ്രത്യേകിച്ച് കുടുംബസമേതം നിൽക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ അത് ചില പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൂടി പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയൊരു വാടക വീട്ടിലേക്ക് മാറുന്നത് കുറച്ചുകൂടി സൗകര്യമായി ഉള്ള ശരി അർജുൻ, എന്തായാലും പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നും വാടക വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ആ ക്ലിഫ് ഹൗസിലേക്ക് ഇനി ആരാണ് താമസിക്കാൻ എത്തുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല.